റവന്യൂ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു യൂട്യൂബ് ചാനലായ കരിക്കിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളതും അതിൻ്റെ റവന്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ കരിക്കിൻ്റെ ബിസിനസ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം അതിൻ്റെ റവന്യൂ എത്രയാണെന്നുള്ളത് പറയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കരിക്ക് മലയാളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലറായ ഒരു യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ കരിക്കിനേക്കാളും സബ്സ്ക്രൈബേഴ്സ് ഉള്ള വേറെ പല ചാനലുകളും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ബ്രാൻഡ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ കരിക്ക് തന്നെയാണ് കേരളത്തിലെ നമ്പർ 1 ഒരു യൂട്യൂബ് ചാനൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലത്തെ ഓരോ വീഡിയോസിനും ചർച്ചയാകുന്ന അല്ലെങ്കിൽ ഡയലോഗുകൾ ഇത്രയും കേരളം മൊത്തം ചർച്ചയാകുന്ന ഇപ്പോഴും പല ഡയലോഗുകളും നമ്മുടെ ഇടയിൽ തന്നെ നമ്മളെല്ലാവരും പ്രയോഗിക്കുന്ന ഡയലോഗുകളെല്ലാം ഇതിൻ്റെ പല വെബ് സീരീസിൽ നിന്ന് വന്നതാണ്. അതേപോലെ തന്നെ അതിലത്തെ അഭിനേതാക്കൾ എല്ലാവരും ഫേമസുമാണ്. ഇപ്പം നമ്മുടെ മലയാളം സിനിമയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല യുവതാരങ്ങളെക്കാളും അല്ലെങ്കിൽ അത്രയും തന്നെ ഫേമസ് ആണ് കരിക്കിലെ ഓരോ ആക്ടേഴ്സും. പക്ഷേ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് കരിക്ക് എന്നതൊരു യൂട്യൂബ് ചാനൽ മാത്രമാണെന്നാണ്. കരിക്ക് എന്ന് പറഞ്ഞത് പൂർണ്ണമായും ഒരു ഡിജിറ്റൽ മീഡിയ കമ്പനിയാണ്. കരിക്കിൻ്റെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് അവരുടെ ഒരു വൺ സൈഡ് ഓഫ് ദ ബിസിനസ് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് എന്ന് പറയും ഈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ അവർ യൂസ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ്. അവരുടെ ഒരു റീച്ച് കൂട്ടാനും അവരുടെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു വിസിബിലിറ്റിക്കുമാണ് ഈ കരിക്ക് യൂട്യൂബ് ചാനൽ അവർ യൂസ് ചെയ്യുന്നത്. കരിക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഒരു റീച്ചും അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂം അവരുടെ ഒരു ക്രെഡിബിലിറ്റിയും വെച്ച് വേറെ ബിസിനസ്സുകളെ കരിക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ തന്നെ ഒരു സ്ട്രാറ്റജി. അത് സക്സസ് ആയതിനു ശേഷം അവർ ഡിജിറ്റൽ സ്പേസിലെ തന്നെ വേറെ പല വെർട്ടിക്കൽസിലേക്കും ഇറങ്ങി. കരിക്കിൻ്റെ ഒരു ബിസിനസ് മോഡൽ തുടങ്ങുന്നത് യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ്. അവരുടെ ഒരു ഇനിഷ്യലി അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമാണ് റവന്യൂ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആദ്യം ഒരു ഹിറ്റായ വെബ് സീരീസ് എന്ന് പറഞ്ഞ തേരാപ്പാരയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ തന്നെ വളരെ പോപ്പുലറായി അല്ലെങ്കിൽ ഒരുപാട് വ്യൂവർഷിപ്പ് വന്ന ഒരു വെബ് സീരീസാണ്. അപ്പോൾ അതിനുശേഷം അവർക്ക് കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റി വന്നു. ബ്രാൻഡുകൾ അവരെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി കൊളാബറേഷന് വേണ്ടി. അതിൽ കേരളത്തിലെ പല മെയിൻ ബ്രാൻഡുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ തന്നെ നാഷണൽ ലെവലിലുള്ള പല ബ്രാൻഡുകളും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ വെബ് സീരീസിലും അല്ലെങ്കിൽ പല വീഡിയോസിലും ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി. ഇതായിരുന്നു കരിക്കിൻ്റെ ഒരു ഫസ്റ്റ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് മോഡൽ എനേബിൾ ആയതിനു ശേഷം അവരുടെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് അവർ കടന്നു. ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയാണ്. വേറെ കമ്പനികൾക്കും വേറെ ബ്രാൻഡുകൾക്കും വേണ്ടി പരസ്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ടീമുണ്ട്. ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്ത് അവരുടെ ഒരു ബ്രാൻഡിന് സൂട്ടാവുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ പലപ്പോഴും അവരുടെ തന്നെ കരിക്കിലുള്ള ഇൻഹൗസ് ആക്ടേഴ്സാണ് പലപ്പോഴും അഭിനയിക്കാറ്. ഇതാണ് ഒരു ബിസിനസ് മോഡൽ. രണ്ടാമത്തെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഏജൻസിയാണ്. ബ്രാൻഡുകൾക്ക് വേണ്ടി അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും സോഷ്യൽ മീഡിയ ആഡ്സും റൺ ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യണം ഉൾപ്പെടെയുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ് വേറൊരു ബിസിനസ് മോഡൽ. ഇതിൽ അവരുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് പേജ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ഇതിനു വേണ്ടി അവരുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസുകളാണ് ഈ ഒരു വെർട്ടിക്കൽ ചെയ്യുന്നത്. അടുത്ത ഒരു വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസൽ മാർക്കറ്റിംഗ് ആണ്. കേരളത്തിലെ ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ, വർക്കിംഗ് മോഡൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു സീസൺ സെയിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യണം. അപ്പോൾ അവർക്ക് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും ഇൻഡിവിജ്വലി അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പാടാണ്. അവരുടെ ഒരു ടാർഗറ്റ് അനുസരിച്ച് ഓരോരുത്തരെയും ഇൻഡിവിജ്വലി അപ്രോച്ച് ചെയ്ത് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ആ ക്യാമ്പയിൻ റൺ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ഹെവി ടാസ്ക് എന്ന് പറയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ കരിക്ക് പോലെയുള്ള ഇതേപോലത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൾക്കാരെ ഇവർ കോൺടാക്റ്റ് ചെയ്യും. ഇവരുടെ ക്യാമ്പയിൻ ഇതാണ്, അവർക്ക് വേണ്ട ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഇതാണെന്ന് പറയും. അപ്പോൾ കരിക്ക് എന്താ ചെയ്യുന്നത്, അവരുടെ നെറ്റ്വർക്കിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് എടുത്ത് ആരാണ് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ക്യാമ്പയിൻ പ്രൊമോട്ട് ചെയ്യാൻ റൈറ്റ് ഇൻഫ്ലുവൻസ് ആരാണെന്ന് നോക്കും. എന്നിട്ട് അവർക്ക് ഈ ക്യാമ്പയിൻ ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം എങ്ങനെയാണ് ഇത് അവരുടെ ഒരു കോണ്ടൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പല സെലിബ്രിറ്റികൾ തന്നെ ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെയോ ഒരേ സമയത്ത് അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിലെല്ലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അത് ഇത്തരത്തിൽ സംഭവിക്കുന്നതാണ്. ഈ കരിക്ക് പോലെയുള്ള
ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസികളാണ് ഇവർക്ക് ഇതിൻ്റെ പരസ്യം കൊടുക്കുന്നത്. ഇതാണ് കരിക്കിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. അവർ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ തന്നെ ഇപ്പോൾ ഒരു ലീഡിംഗ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അവരുടെ ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ പേര് ഫ്യൂസ് എന്നും അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയുടെ പേര് ബൗൺസ് എന്നുമാണ്. കരിക്കിന് ഒരു മ്യൂസിക്കലും വെർട്ടിക്കലും കൂടെ ഉണ്ട്. ട്യൂൺഡ് എന്നാണ് അതിൻ്റെ പേര്. ആ സെയിം പേര് തന്നെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യന്മാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും വലിയ കമ്പനികളുമായിട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കൽ കമ്പനികളുമായിട്ടോ ഒന്നും ടൈപ്പിന് പറ്റില്ല, ഫേമസ് ആൾക്കാർ ഒഴിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വെർട്ടിക്കലിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ നിന്നും അവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കരിക്ക് ഫൗണ്ടർ നിഖിൽ പ്രസാദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു വരുമാനം വരുന്നത് കരിക്കിൻ്റെ മെയിൻ ചാനലിൽ നിന്ന് ബ്രാൻഡ് കൊളാബറേഷനിൽ നിന്നും പ്ലസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ നിന്നുമാണ്. അതുകൂടാതെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയിൽ നിന്നുമാണ് മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ വരുന്നതാണ് നിഖിൽ പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഉള്ള ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ മെയിൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കുറവായതുകൊണ്ട് ഇപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലും പ്ലസ് അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുമായിരിക്കാം ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്. അതേപോലെ തന്നെ കരിക്കിന് ഫ്ലിക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുമുണ്ട്. അതിൽ അവർ പുറത്തുനിന്നുള്ള അവരുടെ തന്നെ ഇൻഹൗസ് ചെയ്യണ കൂടാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെബ് സീരീസുകൾ അവർക്ക് പ്ലാറ്റ്ഫോമിൽ ഒരു വിസിബിലിറ്റി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് തുടങ്ങിയാണ് ഫ്ലിക്ക്. അതിലും അവർക്ക് ബ്രാൻഡ് കൊളാബറേഷനും അങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ഒരു റവന്യൂ സോഴ്സാണ്. ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് അത് കരിക്കിൻ്റെ എംപ്ലോയീസ് ആണ്. അവർക്ക് മന്ത്ലി സാലറിയാണ്. അവർക്ക് ഒരു വീഡിയോ അനുസരിച്ചല്ല, അവർക്ക് ഒരു മാസം വീഡിയോ വന്നാലും വന്നില്ലെങ്കിലും അവർക്ക് സാലറി ഉണ്ട്. അവർ സാലറി ബേസിലാണ് ഈ ആക്ടേഴ്സ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമുക്കിനി കരിക്കിൻ്റെ കമ്പനി ഡീറ്റെയിൽസിലേക്കും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്കും കിടക്കാം. കരിക്കിൻ്റെ പേരൻറ്റ് കമ്പനിയുടെ പേര് ഡ്രൂപ്പ് റൂട്ട് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എറണാകുളത്തെ പാലാരിവട്ടം ആസ്ഥാനമായാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിക്ക് 2 ഡയറക്ടേഴ്സാണുള്ളത്. ഒന്നാമത്തെ ഡയറക്ടർ നിഖിൽ പ്രസാദും രണ്ടാമത്തെ ഡയറക്ടർ മായ രാജനുമാണ്. കമ്പനി ആകെ അലോട്ട് ചെയ്തേക്കുന്ന ഷെയർസ് എന്ന് പറയുന്നത് 10,300 എണ്ണം ഷെയർസാണ് അലോട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ തന്നെ 5,000 ഷെയർ നിഖിൽ പ്രസാദും 5,000 ഷെയർ മായ രാജനും ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിൽ 10,000 ഷെയർ ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ്. അതുകൂടാതെ തന്നെ ഒരു 300 ഷെയർസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയർ എന്നും പറഞ്ഞ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 300 ഷെയർ ഹോൾഡ് ചെയ്യുന്നത് ഉണ്ണി മാത്യു ആണ്. നിങ്ങൾക്ക് ഉണ്ണി മാത്യുവിനെ അറിയായിരിക്കും. കരിക്കിലെ തന്നെ ഒരു ആക്ടറാണ് ഉണ്ണി മാത്യു. കരിക്കിൻ്റെ പല വീഡിയോസിലും അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഉണ്ണി മാത്യു ആണ് 300 ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഷെയറിൻ്റെ വ്യത്യാസം, ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷെയറിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നോർമൽ ഇക്വിറ്റി ഷെയറായിട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന് വോട്ടിംഗ് റൈറ്റ്സ് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കമ്പനിയുടെ 2023 ഫിനാൻഷ്യൽ ഇയറിൽ റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 4,06,64,000 രൂപയാണ് കമ്പനിയുടെ റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ടാൻജിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 2,01,73,000 രൂപയാണ് ടാൻജിബിൾ അസറ്റായിട്ട് കമ്പനിയുടെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 7,13,83,000 രൂപയാണ് ഫിനാൻഷ്യൽ ഇയർ 2023 ഇയറിൽ ഈ കരിക്കിൻ്റെ പേരൻറ്റ് കമ്പനിയായ ഡ്രൂപ്പ് റൂട്ട് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ റവന്യൂ. ഇനി ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് 2023 കാണിച്ചിരിക്കുന്നത് 5,38,69,000 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 1,27,83,000 രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വർഷം തന്നെ ടാക്സ് അടച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45,13,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ പേരൻറ്റ് കമ്പനിയായ ഡ്രൂപ്പ് റൂട്ട് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് 2023 ഫിനാൻഷ്യൽ ഇയറിൽ 1,27,83,000 രൂപയുടെ പ്രോഫിറ്റിൽ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.